നഗരത്തിൽ കുറ്റകൃത്യങ്ങൾ നടന്നപ്പോഴെല്ലാം, കുറ്റവാളികളുടെ കയ്യാങ്കളികളെല്ലാം, കുറ്റകൃത്യങ്ങളുടെ കണക്കുകളെല്ലാം, അപ്പോഴെല്ലാം ഇതിനെ വെല്ലാൻ വേഷം മാറി വന്നു CID. പുതിയ കാലങ്ങളിലെ ചുരുളഴിക്കാത്ത കുറ്റങ്ങളെ മായ്ക്കാൻ പുതിയ രീതികളിൽ CID സ്ക്വാഡ് എപ്പോഴും ഒരുപടി മുകളിൽ. സോണിയേയിൽ മണം പിടിക്കാനുള്ള പ്രാക്ടീസ് ആണ്. എന്തിന്? ഞാൻ സ്ലിപ്പർ ഡോഗ് ആകാൻ പോവുകയാണ്. ഇവനെന്തിനാ സ്നിഫർ ഡോഗ് ആകുന്നത്? കാരണം ഇവന് വട്ടുപിടിച്ചിരിക്കുകയാണ്. സംശയമുണ്ടോ? എനിക്കങ്ങനെ ഒരു പ്രശ്നവുമില്ല. എനിക്ക് ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു വ്യക്തിയായി മാറണം. നീ എന്താ ഈ പറയുന്നത്? ഇതാ നോക്ക്, ഇതുപോലെ ന്യൂസ് പേപ്പറിൽ എന്റെ ഫോട്ടോയും വരണം. അങ്ങനെ ഞാൻ ലോകം മുഴുവൻ അറിയപ്പെടും. അതാ എന്റെ ആഗ്രഹം. നിന്നെ കൊണ്ട് അതിനൊന്നും കഴിയില്ല. അതിനൊക്കെ ഒരുപാട് ട്രെയിനിങ് വേണം. ട്രെയിനിങ്ങിന്റെ ആവശ്യമേ ഇല്ല. എന്റെ പേര് ലോകം മുഴുവൻ അറിയപ്പെടണം. അതിന് ഞാൻ ഏതെങ്കിലും ഒരു വലിയ കള്ളനെ പിടികൂടണം. മജ്നു, ഓടിക്കോ ഓടിക്കോ. ഈഷ്, ഒന്ന് വേഗം പോ. അതെ അതെ, ഓടിക്കോ ഓടിക്കോ, വേഗം ഓടിക്കോ. അവര് പുറകെ തന്നെ ഉണ്ട്. ഓടിക്കോ. എന്തിനാ വണ്ടി നിർത്തുക? മുന്നോട്ട് നോക്കണം സാർ. എന്താ നോക്കി നിൽക്കുന്നത്? ഓടിക്കോ. രക്ഷപ്പെട്ടു. ജയിലിൽ നിന്ന് നമ്മൾ രക്ഷപ്പെട്ടു. ലാലാബായ്. എടാ ലൈല അല്ലടാ, ലാലാ ലാലാ. എന്തായി പറയുന്നത്? ജയിലിൽ നിന്ന് രക്ഷപ്പെട്ടല്ലോ. ഇനി നമുക്ക് നന്നായിട്ട് ആഘോഷിക്കാം. എന്തിനാ വിഷമിക്കുന്നത്? പേര് മാറിയെന്ന് വെച്ച് എന്താ പ്രശ്നം? പ്രശ്നമുണ്ട്. എനിക്ക് വലിയ പ്രശ്നമുണ്ട്. രണ്ടിനും നല്ല വ്യത്യാസമുണ്ട്. ഇതാണ് ലൈല, മനസ്സിലായോ? ഇതാണ് ലാല, ലാലാബായ്, മനസ്സിലായോ? എല്ലാം നന്നായിട്ട് മനസ്സിലായി. വെറുതെ ഇവിടെ കിടന്ന് പ്രശ്നം ഉണ്ടാക്കണ്ട. പോലീസ് നമ്മുടെ പുറകെ ഉണ്ട്. നമുക്ക് ഇവിടുന്ന് എത്രയും വേഗം പോവാം. ജീവിതകാലം മുഴുവൻ നമ്മളിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നു വിചാരിച്ചോ? ഇവന്റെ ഒരു കാര്യം, നീ പറഞ്ഞത് ശരിയാ. വാടാ ഓടാ. ലാലാബായ്. ലൈല എന്നല്ലടാ എന്റെ പേര്. ഞാൻ ലാലാബായി എന്നല്ലേ പറഞ്ഞത്? നീ കാരണം എനിക്ക് വട്ടുപിടിച്ചു. സ്വന്തം പേര് പോലും ഞാനിപ്പോ മറന്നു പോയിരിക്കുക. എന്റെ പേര് ഓർമ്മയിൽ നിൽക്കാൻ വേണ്ടിയിട്ട് ഒരു പാട്ട് തന്നെയുണ്ട്, അറിയോ? എനിക്കറിയാം. ലൈല ഓ ലൈല. ഇതല്ലടാ, വേറെ മ്യൂസിക്കാ, വേറെ. അത് തന്നെ. ലാല 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 ലാല, മനസ്സിലായോ? ലാല ലാല. ഈ പാട്ട് ഓർത്താ മതി, നിനക്ക് എന്റെ പേര് ഓർമ്മയിൽ വരും. ലാല, മനസ്സിലായോ? ലൗഡ് സ്പീക്കർ എടുത്ത് വെച്ച് പ്രസംഗിക്ക്. പോലീസ് നമ്മളെ അന്വേഷിച്ച് പുറകെ ഉണ്ട്. കുറച്ചു നേരമെങ്കിലും നിങ്ങൾക്ക് ആ വായി വെച്ചോണ്ടൊന്നും മിണ്ടാതിരുന്നൂടെ? ജയിൽ ചാടിയ നമുക്ക് വേറെ എവിടെയെങ്കിലും പോയി ഒളിക്കാമായിരുന്നല്ലോ. എന്തിനാ നമ്മൾ ഈ മാളിലേക്ക് വന്നത്? തുണി വാങ്ങാൻ വേണ്ടി വന്നതാ. ഈ ഡ്രസ്സിൽ നമ്മൾ പുറത്തേക്ക് പോയാ നമ്മളെ അവര് പൊക്കും. വേഗം വാ.
ബണ്ണി എനിക്ക് എത്രയും പെട്ടെന്ന് വലിയൊരു കള്ളനെ കണ്ടുപിടിക്കണം. അതുകൊണ്ട് നീയെ ഇന്നത്തേക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചോ. കള്ളനെയൊക്കെ പിന്നെ പിടിക്കാം. ആദ്യം ഈ സഞ്ചി പിടിക്ക്. പോയി സാധനങ്ങൾ വാങ്ങിച്ചോണ്ടോ. സംശയമുണ്ടോ? ജയിലിൽ നിന്ന് 2 കള്ളന്മാർ രക്ഷപ്പെട്ടിരിക്കുക. സിറ്റിയിലെ മാർട്സ് ഒക്കെ സൂക്ഷിക്കണമെന്ന് വാർത്ത വന്നിട്ടുണ്ട്. ഓർമ്മയിലിരിക്കട്ടെ. ആരെങ്കിലും സംശയം തോന്നിയാൽ ഉടനെ പോലീസിൽ അറിയിക്കണം. പോലീസുകാർ ഉടൻ തന്നെ സ്നൈഫർ ഡോഗിനെ കൊണ്ട് ഇവിടേക്ക് വരും. ഒരു പക്ഷേ അവർ ഇവിടെയും ഒളിച്ചിരിക്കാൻ സാധ്യതയുണ്ട്. ഒരു പക്ഷേ സ്നിപ്പർ സ്റ്റോക്ക് വരുന്നതിന് മുൻപ് ഞാൻ ക്രിമിനൽസിനെ പിടിക്കുകയാണെങ്കിൽ ഞാനാണ് ബെസ്റ്റ് സ്നിപ്പർ ഡോഗ് എന്ന് എല്ലാവർക്കും അതോടെ മനസ്സിലാകും. ബായ്, നമുക്ക് നീല ഷർട്ട് ഇട്ടാലോ? നമുക്കിതെടുക്കാം. പക്ഷെ എനിക്ക് ഈ കളറാ ഒരുപാട് ഇഷ്ടപ്പെട്ടത്. എടാ, നീ ഞാനും എടുത്തത് നീല തന്നെയാണ്. നോക്ക്, രണ്ടും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം തോന്നുന്നുണ്ടോ? ഞാൻ ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പൊ നീ പറ, നിന്റെ നീല ഏതാണ്, എന്റെ നീല ഏതാണ്? പറയാൻ ഇത് എന്റെ നീല ഷർട്ടാണ്. അങ്ങയുടെ നീല ഷർട്ടിന്റെ നിറം കുറച്ചുകൂടെ മങ്ങിയതാണ്. നീ പറഞ്ഞത് ശരി തന്നെയാണടാ, ശരി തന്നെയാ. നിന്റെ കൂടെ ജീവിക്കുന്നതിനേക്കാളും നല്ലത് മരിക്കുന്നതാ. ഭായ്, നിങ്ങൾക്ക് BP കൂടുതലാണ്. എന്തിനാ ഇങ്ങനെ നിലവിളിക്കുന്നേ? ഇതിനൊക്കെ കാരണം നീ തന്നെയാണ്. നീ തരുന്ന ടെൻഷനാ എനിക്ക് ഇത്രയധികം BP കൂടുന്നത്. നീ വന്നതോടെ എന്റെ ജീവിതം ഇത്രയും തകിടം മറിഞ്ഞത്. മനസ്സിലായോ? നിങ്ങൾ എന്തിനാ ഇങ്ങനെ വെറുതെ കിടന്ന് ദേഷ്യപ്പെടുന്നു എന്റെ ലൈല ഭായ്? എടാ, ലൈല അല്ലടാ, ലാലാ. ലാലാന്ന് എത്ര പ്രാവശ്യം പറയണം? ലാലാ. സോർദാർ, ഒളിച്ചു ഒളിച്ചു. എടാ, അതിന്റെ അടുത്ത് ഒളിച്ചു കളിക്കാനല്ല, നമുക്ക് ഒളിച്ചിരിക്കാന്ന്. വേഗം വാ. നിങ്ങൾ ഇവിടെ തന്നെ എവിടെ ഉണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എന്റെ അടുത്ത് രക്ഷപ്പെടാൻ കഴിയില്ല. നിങ്ങളെന്താ രണ്ടുപേരും ഒരു സാരി കൊടുത്തിരിക്കുന്നത്? ഞങ്ങൾ രണ്ടുപേരും ഇരട്ട കുട്ടികളാ, അതുകൊണ്ടാ. ഓഹോ, നിങ്ങൾ എവിടെയെങ്കിലും 2 കള്ളന്മാരെ കണ്ടായിരുന്നോ? എടാ, എന്തു പറ്റി? ഉറുമ്പ് കടിച്ചതാ. നിങ്ങൾ ഞങ്ങളോട് ചോദിച്ച ആള് ദേ, അതിലേ പോയി. അല്ല, ഇതിലേ പോയി. ഇതിലേ പോയോ അതിലേ പോയോ? ഒന്ന് ഇതിലേ, ഒന്ന് അതിലേ. താങ്ക് യു. ഓടിക്കോ മജിനു, ഓടിക്കോ, വേഗം ഓടിക്കോ. നിങ്ങളെ ഞാൻ എവിടെ കണ്ടിട്ടുണ്ട്? ലൈലബായി ഇവൻ കണ്ടെത്തി. എടാ, ലൈലയല്ല, ലാലാ, ലാലാ. ഓ, നിങ്ങളാണല്ലേ ലാലാ മജ്നു, ജയിൽ ചാടിയവർ. അതെ, അതേപോലെ ഇവിടുന്ന് രക്ഷപ്പെടാൻ പോവാ. എന്തിയാ നീ? ജയിൽ ചാടിയ 2 കള്ളന്മാർ എവിടെയുണ്ട്. അവർ 2 പേരും ലാലാ മജ്നു എന്നുള്ള വലിയ കുറ്റവാളികളാണ്. അതാ പോകുന്നു, പിടിക്കവരെ. പിടിക്ക്. ഇതാരാടാ ഇങ്ങനത്തെ വാതിലൊക്കെ വെക്കുന്നത്?
താഴേക്ക് പോകാൻ പറ്റുന്നു, വേഗം താഴേക്ക് പോവാം. ആ ലാല മജ്നു, ഞങ്ങൾ നിങ്ങളെ തന്നെയാണ് അന്വേഷിച്ചു കൊണ്ടിരുന്നത്. പിടിക്ക്, വേഗം പിടിക്ക്. അവസാനം കള്ളനെ പിടികൂടി. ഈ 4 പേരും നമ്മുടെ ജീവിതം നശിപ്പിക്കുകയാണ് ലൈല ഭായ്. എടാ ലൈല എന്നല്ല ലാല. ജയിലിൽ നിങ്ങൾക്ക് ഒരുപാട് സമയം കിട്ടും. അവിടെ വെച്ച് നിങ്ങളുടെ പേര് കറക്റ്റ് ചെയ്താൽ മതി. ഓക്കെ, എടുത്തകത്തിട്. നീ കാരണമാണ് ഞങ്ങളെ വീണ്ടും പിടികൂടിയത്. നന്നായി നന്നായി. നിങ്ങൾ 4 പേരും കാരണം ലാലയും മജ്നുവിനെയും വീണ്ടും പിടികൂടാൻ കഴിഞ്ഞു. ഞങ്ങളല്ല, അവരെ പിടികൂടിയത് ജോർദാനാണ്. സഹായിച്ചെന്നേ ഉള്ളൂ. ആ അതെ, നമ്മുടെ സ്നിപ്പർ ജോർദാർ ഇന്ന് ഒരു കലക്കി. സംശയമുണ്ടോ? ഒരു സംശയമില്ല, സോർദാർ ഇന്ന് ചെയ്ത പണി അത് നല്ലൊരു പണി തന്നെയാണ്. സോർദാർ സ്നിഫർ ഡോഗ് ആയിരിക്കുകയാണ്.